നെടുങ്കണ്ടം കരുണ ഡിവൈൻ മേഴ്സി റിട്രീറ്റ് ആൻഡ് ആനിമേഷൻ സെന്ററിൽ 4ാമത് ദൈവകരുണയുടെ കൺവെൻഷൻ ആരംഭിച്ചു. ബിഷപ്പ് എമിറേറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 12ാം തീയതി പുതുഞായർ ആഘോഷങ്ങളോടെ കൺവെൻഷൻ സമാപിക്കും. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള നെടുങ്കണ്ടം കരുണ ഡിവൈൻ മെഴ്സി റിട്രീറ്റ് ആൻഡ് ആനിമേഷൻ സെന്ററിൽ 4ാമത് ദൈവകരുണയുടെ കൺവെൻഷൻ ആരംഭിച്ചു. ബിഷപ്പ് എമിറേറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി. കുംഭസാരത്തിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നും അനേകർ ഇതിലൂടെ ദൈവകൃപയുടെ വക്താക്കളായി മാറുന്നതായും അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കുംഭസാരത്തിന് അണഞ്ഞുകൊണ്ട് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി വിശുദ്ധ കൂദാശകളിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് ഈ സഭയാകുന്ന ക്രൈസ്തവ സമൂഹത്തെ തൻ്റെ ശരീരമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്, തൻ്റെ വ്യക്തിത്വമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. സഭയെ പീഡിപ്പിക്കുന്നവൻ ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത് എന്ന്. 12ാം തീയതി വരെ നടക്കുന്ന കൺവെൻഷന് ജെറുസലേം ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജോ തയ്യാലയ്ക്കലാണ് നേതൃത്വം നൽകുന്നത്. വിവിധ ദിവസങ്ങളിൽ നടന്ന പരിശുദ്ധ കുർബാനകൾക്ക് മോൺസിഞ്ഞോർ ജോസ് നെരിതൂക്കിൽ, നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് വട്ടമല എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വിവിധ ദിവസങ്ങളിൽ ഫാദർ ജെയിംസ് മാക്കിയിൽ, ബ്രദർ ഉണ്ണി മാവടി, ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, ബ്രദർ തോമസ് കുമളി, ബ്രദർ ബേബി ജോൺ കലയന്താനി എന്നിവർ വചനപ്രഘോഷണങ്ങൾക്ക് നേതൃത്വം നൽകി. നാളെ അദിലാബാദ് ബിഷപ്പ് മാർ ജോസഫ് തച്ചാപറമ്പത്ത് സന്ദേശം നൽകും. സമാപന ദിവസമായ 12-ന് നടക്കുന്ന പുതുഞായർ ആഘോഷങ്ങൾക്ക് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100 കണക്കിന് വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.